നമ്മുടെ തോമാച്ചൻ നടക്കുന്നുണ്ടേ. ദൈവമേ, കാലമാടൻ ലാൻഡ് ചെയ്തോ? ഇപ്പൊ ഒന്ന് കാണണം, കണ്ട പേടിയാവും. അവൻ പണ്ടേ അങ്ങനെയാ, കണ്ടാലൊരു ഘടോൽക്കച്ചനാ. അച്ഛൻ എത്ര കാശ് കൊടുക്കാനുണ്ട്? വെറും 20,000 രൂപ. എന്നാലത് കൊടുത്തൂടെ? കയ്യില് വേണ്ടേ? നിനക്കറിയാലോ, അച്ഛന്റെ കയ്യില് 10 പൈസ ഇല്ല. അച്ഛനാണത്രേ അച്ഛൻ. ദൈവമേ, തോമാച്ചനല്ലേ വരുന്നത്? ആ ശശി, തരാനുള്ളത് ഓർമ്മയുണ്ടല്ലോ. അല്ല, നീ എനിക്ക് എത്ര തരാനുള്ളത്? 20,000 രൂപ. തോമാച്ച സ്വൽപ്പം ടൈറ്റാ, പെട്ടെന്ന് ശരിയാക്കി തരാം. ഇത് പണ്ട് പപ്പു പറയുന്ന പോലെ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പൊ ശരിയാക്കി തരും? ഫെബ്രുവരി ആവും. അയ്യടാ, ഫെബ്രുവരിക്ക് ഇനി 2 മാസം ഇല്ലേ? എനിക്ക് അടുത്ത ആഴ്ച കിട്ടണം. എങ്ങനെയും ജനുവരി വരെ. അപ്പോഴേക്ക് എന്തായാലും ശരിയാക്കി തരാം. ഒരു രക്ഷയില്ല, ഒരാഴ്ച പറ്റൂല തോമാച്ച. ശരി ശരി, ഞാനൊരു ഫേവർ ചെയ്യാം. വേറൊരു രക്ഷയുമില്ലായിട്ടാ. താനിപ്പോ 10,000 താ, ബാക്കി ഞാനങ്ങ് മറന്നേക്കാം, പോരെ? പക്ഷെ 10,000 എനിക്ക് ഇപ്പൊ കിട്ടണം. അപ്പോ ഒരു പകുതി ചേട്ടൻ മറന്നല്ലേ? അതെ. എന്നാലൊരു കാര്യം ചെയ്യാച്ചാ, അച്ഛനും ബാക്കി പകുതി 10,000 രൂപ അങ്ങ് മറന്നു കളാ. പ്രശ്നം സോൾവ് ആയല്ലോ. എന്റെ ദീപു ഇന്നലെ ഡുണ്ടുവിന്റെ വീട്ടിൽ പോയിരുന്നു. ഹോ, ഇവളുടെ ഒരു അമ്മ. എന്റെ അമ്മ എല്ലാ കാര്യത്തിലും കുറച്ച് സ്ട്രിക്റ്റാ. അത് നിന്റെ അച്ഛനെ കണ്ടപ്പോ മനസ്സിലായി. അതെന്താ? ഒന്നും മിണ്ടില്ലടാ, ഒരു പാവം. എന്തേലും ചോദിച്ചാ ഒന്ന് മൂളും. പിന്നെന്തൊക്കെയാ അവളുടെ വീട്ടില് വിശേഷം? ഇവളുടെ അമ്മ ഒടുക്കത്തെ ചാട്ടക്കാരിയാ. എന്ത്? സോറി, ഐ മീൻ ചിട്ടക്കാരിയാ. മനസ്സിലായി. അമ്മക്ക് ഈ ടേബിൾ മാനേഴ്സ് ഒക്കെ ഭയങ്കര നിർബന്ധമാ. അതിന്നലെ തന്നെ മനസ്സിലായി. ഹോ, എന്തായിരുന്നു ലഞ്ച്? ഭാഗ്യവാൻ. എന്തായിരുന്നു ഫുഡ്? പൊരിച്ച കോഴിയും ചപ്പാത്തിയും. ഹായ്, എന്നിട്ട്? ഞാൻ ഇടയ്ക്കൊന്ന് സംസാരിച്ചു. അതിനിവളുടെ അമ്മ എന്നെ കണക്കിന് ചീത്ത പറഞ്ഞു. അത് അമ്മയ്ക്ക് നിർബന്ധമാ. ആഹാരം കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ല. അതെന്താ ഇത്ര നിർബന്ധം? സംഭവം എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ടാ മനസ്സിലായത്. എന്താ? ഞാനും കേക്കട്ടെ. ആഹാരത്തിന് ഉപ്പില്ല, പുളിയില്ല, മുളകില്ല എന്ന് കംപ്ലൈന്റ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്താ കാഞ്ഞ ബുദ്ധി. സാറ് സംഭവം അറിഞ്ഞില്ലേ? ടിന്റുവിന്റെ ഒരു ധൈര്യം. ഇവൻ എന്ത് കാണിച്ചെന്നാ? അതൊക്കെ ഉണ്ട് മാഷേ. ഇന്ന് ഞാൻ എന്റെ കോളനിയിലെ ഹീറോയാ, ഹീറോ. നീ സംഭവം പറ. ഞാൻ പറയാം മാഷേ. ഞാനും ടിന്റുവും കൂടി മൃഗശാല കാണാൻ പോയി. അങ്ങനെ ഞാൻ പുലിയുടെ കൂടിനടുത്തെത്തി. ഫോട്ടോ എടുക്കാൻ ടിന്റു മുകളിൽ കയറി. ദേ കിടക്കുന്നു താഴെ. 2 ആഴ്ച മുമ്പ് ഒരു കടുവ ഒരു പയ്യനെ കടിച്ചു പറിച്ചത് നീ കേട്ടതല്ലേ? കേട്ടതല്ല സാറേ, കണ്ടു വാട്സാപ്പിലേ. എന്നിട്ട് നിനക്കതിന്റെ മുകളിൽ കേറാൻ തോന്നിയല്ലോ. അവൻ മുഴുവൻ പറയട്ടെ. അങ്ങനെ അവൻ വീണു. ദേ പുലി മുമ്പില്. എന്നിട്ട് ടിന്റു ഒരു സാധനം എടുത്ത് പുലിയെ കാണിച്ചു. എന്താ കാണിച്ചത്? തോക്കോ? തോക്കോ? എനിക്ക് എവിടാ തോക്ക്? എന്താ നീ കാണിച്ചത്? ഞാനൊരു 1000 രൂപയുടെ ഒറ്റ നോട്ട് അങ്ങ് എടുത്ത് കാണിച്ചു. അതിന് പുലി എന്തിനാ ഓടിയത്? പുലിക്ക് മനസ്സിലായി ഞാൻ ചില്ലറക്കാരനല്ല എന്ന്. എപ്പടി? ഇന്ന് നിങ്ങളുടെ ഡ്രോയിങ് മാഷ് ലീവാ. സന്തോഷം എന്ന് കരുതി സുഖിച്ചിരുന്ന് വർത്തമാനം പറയാമെന്ന് വിചാരിക്കണ്ട. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാം. മാഷുക്ക് വരക്കാനറിയോ? പിന്നെ ഞാൻ ഭയങ്കര ഡ്രോയർ അല്ലേ. അത് ശരി, അത് പുതിയ അറിവാ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു പേജ് എടുക്ക്. അതിലൊരു പാമ്പിനെയും ഒരു കീരിയെയും വരക്കി കാണട്ടെ. ഓക്കെ മാഷേ. ഇതാ മാഷേ, പാമ്പും കീരിയും. ആ, കൊള്ളാമല്ലോ, നന്നായിട്ടുണ്ട്. ടിന്റു, നിന്റെ പടം ഒന്ന് കാണട്ടെ. എന്താടാ ഇത്? പാമ്പ്. പാമ്പോ? ഇതിന്റെ തല എവിടെ? തലയിലെ മുമ്പില്. അതിന് കണ്ണും മൂക്കും എവിടെ? പാമ്പിനെവിടാ മൂക്ക് മാഷേ? മൂക്ക് മാഷോ? മോഹന മാഷെന്ന് വിളിക്കടാ. മാഷേ, പാമ്പ് തിരിഞ്ഞു നിക്ക, അതുകൊണ്ടാ കാണാത്തെ. കഷ്ടം. അല്ല, ഇതില് കീരി എവിടെ? കീരി? ആ, കീരിയെയും വരക്കാൻ ഞാൻ പറഞ്ഞില്ലേടാ. അത് ആക്ച്വലി ഞാൻ വരച്ചതാ. എന്താന്നറിയില്ല, പാമ്പിനെ കണ്ടതാണെന്ന് തോന്നുന്നു. കക്ഷി ഒരു ഒറ്റ ഓട്ടം. നീ കണ്ടില്ലേ, നമ്മുടെ അമ്മിണി ചേച്ചിയുടെ മോൻ ലീവിന് വന്നു. ആരുടെ കാര്യമാ നീ പറയുന്നേ? നമ്മുടെ അശോകേട്ടനില്ലേ, ആ പുള്ളിയാ. ഏത്? ആ പൊക്കം കുറഞ്ഞ തടിച്ചിരുണ്ടാൾ. ആ, അത് തന്നെ. പുള്ളിയൊക്കെ ആരാ പട്ടാളത്തിലെടുത്തത്? ഇപ്പം കാണണം, തടിയൊക്കെ പോയി. നല്ല കട്ടിങ്സാ. അവിടുത്തെ ചിട്ടയായിരിക്കും. ഞാൻ ഭാവിയില് പട്ടാളക്കാരനായാലോ എന്ന് ആലോചിക്കാം. നീയോ? കുഴിമടിയനായ നീ പട്ടാളത്തിൽ പോയാലുള്ള അവസ്ഥയെ അശോകേട്ടനാവാമെങ്കിൽ എനിക്കും ആവാം.
ആ പിന്നെ മൂപ്പര് പട്ടാളത്തിൽ നിന്ന് വന്നപ്പോഴുള്ള വേഷം കാണണം. എന്താ സാധാരണ കാക്കി പാൻസ് അല്ലേ ഇടാറ്, ഇത് കാക്കി ബർമുടയാ. ഓഹോ, സാധാരണ മുട്ടൻ തോക്കല്ലേ ഉണ്ടാവാറ്, ഇതൊരു ചിന്ന തോക്ക്. എല്ലാം പകുതിയാണല്ലോ. ശരിയാ, സാധാരണ പട്ടാളക്കാർക്കൊക്കെ 6 അടി ഉയരമെങ്കിലും ഉണ്ടാവും. പുള്ളിയാണേ ആകെ 5 അടിയാ. അതെന്തായിരിക്കും കാരണം? ഇപ്പൊ പിടികിട്ടി, പുള്ളിയെ ഒരു അർദ്ധ സൈനികനാ. എടി, ഞാൻ വല്ലാതെ വയസ്സായി പോയല്ലേ. ഇപ്പോഴാണോ മനസ്സിലായത്? ഡൈ ആവാനായി. എന്ത് വർത്താന നിങ്ങൾ ഈ പറയുന്നത്? എന്നെ ഓർത്തോ? പറക്ക പറ്റാത്ത ടിൻഡുവിനെ നിങ്ങൾ ഓർത്തോ? നിനക്കെന്താടി വട്ടായോ? അത് ശരി, വേണ്ടാതീന ഞാനാണോ പറഞ്ഞത്? ഡൈയുടെ കാര്യമാ ഞാൻ പറഞ്ഞത്, ഹെയർ ഡൈ. ഓ, ആടായി. എന്നാ കുറച്ച് എനിക്ക് മാറ്റി വെച്ചേക്കണേ. അയ്യേ, അമ്മ ശശിയായി. എന്റെ പേരാടാ ശശി, ഇവള് രമ. ന്യൂ ജനറേഷനിൽ ആള് മണ്ടനായി എന്നതിന് ശശിയായി എന്നാ പറയാറ്. ഇപ്പൊ ശശി എന്ന് വെച്ച മണ്ടൻ. കഷ്ടം, നല്ലൊരു പേരായിരുന്നു. ഇനി ഇതിപ്പോ മാറ്റാനും പറ്റില്ലല്ലോ. അത് സാരമില്ല, അച്ഛൻ അത് കറക്റ്റ് മാച്ചാ. ആ, അതവിടെ നിക്കട്ടെ, നീ പോയി ഡൈ വാങ്ങി വാ. പോവാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്കറിയാം, കണ്ടീഷൻ എന്ന് വെച്ചാ കമ്മീഷൻ അല്ലേ. ബാക്കി പൈസ കൊണ്ട് നിനക്ക് മുട്ടായി വാങ്ങണം. കമ്മീഷനും മിഠായി ഒന്നും അല്ല, കടയിലേക്ക് പോയി വരാൻ അച്ഛന് ബൈക്കൊന്നും വേണം. അയ്യടാ, എടാ, ദൈവം നിനക്ക് എന്തിനാ 2 കാല് തന്നത്? ഒന്ന് ഗിയർ മാറ്റാനും മറ്റേത് ബ്രേക്ക് ചവിട്ടാനും. എന്തേ? ആ ടിൻഡു, നീ ഇന്ന് രാവിലെ ആറ്റിലേക്ക് വീണുപോയ പൂച്ചക്കുട്ടിയെ രക്ഷപ്പെടുത്തിയല്ലേ? അതേടാ, സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാ ഞാൻ അതിനെ രക്ഷിച്ചത്. ഞാൻ അറിഞ്ഞു. വെരി ഗുഡ്. പിള്ളേരായ ഇങ്ങനെ വേണം. താങ്ക് യു. ഓ പിന്നെ ഒരു സില്ലി പൂച്ചയല്ലേ അവൻ രക്ഷിച്ചത്, പുലിയൊന്നും അല്ലല്ലോ. നിനക്ക് അസൂയ ദീപു. അച്ഛൻ പറയണത് ഈ സംഭവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാ. ശരിയാ, പ്രസിഡന്റിന്റെ അടുത്ത് നിന്ന് ചിലപ്പോ ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അവാർഡ്? ഇവന് പേവാടാ കിട്ടാൻ പോകുന്നത്. ഒന്ന് പോടി. നിനക്ക് അസൂയ തന്നെയാ. നോക്ക്, രക്ഷിക്കാൻ മാത്രമല്ല ശിക്ഷിക്കാനും എനിക്കറിയാം. നീ ആരുടെ സന്തോഷ് മണ്ടിട്ടോ? അവന്റെ ഒരു അവിഞ്ഞ ഡയലോഗ്. ടിൻഡു, നിന്റെ അച്ഛൻ വരുന്നു. എന്താ അച്ഛാ? മോനെ, കഷ്ടമായി പോയി. നീ രക്ഷിച്ച ആ പൂച്ചയില്ലേ, അത് പെട്ടെന്ന് പറ. മോനെ, നീ സംയമനം വെടിയരുത്. മനസ്സിലാകുന്ന ഭാഷയിൽ പറയച്ചാ. നീ ഇത് കേട്ടിട്ട് സീൻ കോൺട്രയാവരുത്. ഏയ് ഇല്ലില്ല, നോ സീൻ കോൺട്രാ. അച്ഛൻ ധൈര്യമായിട്ട് പറ. നീ രക്ഷപ്പെടുത്തിയ ആ പൂച്ചക്കുട്ടിയില്ലേ, അത് ചത്തുപോയടാ. ആത്മഹത്യയാണെന്നാ സംശയം. ആത്മഹത്യയോ? പൂച്ച ആത്മഹത്യ ചെയ്യോ? പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ കാലമല്ലേ. അല്ല, എങ്ങനെയോ ആത്മഹത്യ ചെയ്തത്? തൂങ്ങിയാ മരിച്ചത്. നമ്മള് ടെറസിൽ തുണി ആറിടാൻ കിട്ടിയ കയറില്ലേ, അതിലാ അത് തൂങ്ങിയത്. ദൈവമേ, അങ്ങനെ ചെയ്ത അത് ചാവോ? അബദ്ധായി എന്നാ തോന്നുന്നത്. എടാ കഴുതേ, നീയാണോ അത് ചെയ്തത്? എന്റെ കൈ കിട്ടുമ്പോ അത് നനഞ്ഞു കുതിർന്ന് കിടക്കായിരുന്നു. ഞാൻ നന്നായി പിഴിഞ്ഞു ഉണക്കാനിട്ടു. അല്ല ശശി, വെക്കേഷൻ എവിടെയും പോയില്ലല്ലേ? ഇല്ല മാഷേ, ഇതുവരെ പോയില്ല. ഭാര്യയാണെങ്കി ഈ കയറ് പൊട്ടിക്കുക. എന്റെ സ്ഥിതി അത് തന്നെയാ. ഫാമിലിയുമായി ഒന്ന് പുറത്തു പോയി വരണമെങ്കിലേ ₹20 എന്തായാലും പൊട്ടും. പോരാത്തതിന് ടിൻഡുവിന് വെക്കേഷൻ ക്ലാസ് ഉണ്ടേ. ആഹാ, എന്തിനത്? എന്താ അത്? കണക്ക് എളുപ്പമാക്കുന്ന ഒരു സംഗതിയില്ലേ, അക്കാ ബസ്സോ? എടോ അബാക്കസ്, കൊറേ കാശായിട്ടുണ്ടാവുമല്ലോ. 1200 രൂപ അഡ്മിഷൻ ഫീസ്, പിന്നെ മാസം തോറും 500 രൂപ കൊടുക്കണം. എന്തിനാടോ അതിനൊക്കെ പറഞ്ഞേക്കുന്നേ? അടുത്ത കൊല്ലം ഞാനാ ടിൻഡുവിന്റെ കണക്ക് മാഷ്. പിന്നെന്താ? അതാണ് എന്റെയും പേടി. കമ്പ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഈ ലോകത്തിലെ 1-ാം നമ്പർ കോടീശ്വരൻ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഏതൊരാളല്ലേ? ബിൽ ഗേറ്റ്സ്. അതാണ് പുള്ളിയുടെ പേര്. ലോകപ്രശസ്തമായ വിൻഡോസ് പുള്ളിയാണ് നിർമ്മിച്ചത്. ആ വിൻഡോസ് ആണ് ലോകത്തിലാകമാനം ഉപയോഗിക്കുന്നത്. എനിക്ക് എന്തോ ഇത് കേട്ടിട്ട് പുള്ളിയോട് അത്ര മതിപ്പൊന്നും തോന്നുന്നില്ല കേട്ടോ. അതെന്താടാ? പുള്ളിയുടെ പേരെന്താ? ബിൽ ഗേറ്റ്സ്. തറവാട് പേര് ഗേറ്റ്സ് എന്നാ. എന്നിട്ട് എന്തിനാ പുള്ളി ചെറിയ വിൻഡോസ് വിറ്റ് നടക്കുന്നേ? ഗേറ്റ്സ് ഉണ്ടാക്കി വിട്ടൂടെ? എന്നാലും ബ്രിട്ടീഷുകാരെ എത്രയോ നല്ല കാര്യങ്ങളൊക്കെയാ ചെയ്തിട്ട് പോയതല്ലേ. അങ്ങനെയൊന്നും പറയാതെ. എത്ര ബുദ്ധിമുട്ടിയാ ഗാന്ധിജിയും കൂട്ടുകാരും നമുക്കൊരു സ്വാതന്ത്ര്യം മേടിച്ചു തന്നെ. എന്തോന്ന് സ്വാതന്ത്ര്യം? അതിനുശേഷം കള രാഷ്ട്രീയക്കാര് നാട് മുഴുവൻ കട്ടുമുടിച്ചില്ലേ. അല്ല അങ്കിള് ബ്രിട്ടീഷുകാരുടെ സൈഡാണോ? അതല്ല, ബ്രിട്ടീഷുകാരല്ലേ ഇവിടെ റെയിൽവേ കൊണ്ടുവന്നത്.
പിന്നെ ടെലിഫോണ്, ടെലിഗ്രാഫ് എല്ലാ വികസനവും അവർ തന്നെ കൊണ്ടുവന്നതാ. അത് അവരുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയാ. നമ്മളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. എന്തായാലും ബ്രിട്ടീഷുകാർ എന്നോട് വലിയൊരു ചതി കാണിച്ചു. അത് ഞാൻ പൊറുക്കത്തില്ല. ബ്രിട്ടീഷുകാർ നിന്നോട് എന്ത് കാണിച്ചെന്നാ? അവരിവിടെ നിന്ന് പോകുമ്പോ വേറൊരു സാധനം ഇവിടെ ഇട്ടിട്ടാ പോയത്. അത് കാരണം എല്ലാ കൊല്ലവും എനിക്ക് കിട്ടുന്നതേ മൊട്ടയാ, മൊട്ട. എന്താ അവരിവിടെ ഇട്ടിട്ട് പോയത്? അത് മനസ്സിലായില്ല. അവരുടെ പണ്ടാര ഭാഷ തന്നെ ഇംഗ്ലീഷ്. അല്ല, നമ്മുടെ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ പുള്ളിയെ ഇന്നല്ലേ നീ മുട്ടിച്ചു തരാമെന്ന് പറഞ്ഞത്? സോറി, ഇതാ ഞാൻ പറഞ്ഞ ഡയറക്ടർ ടിൻഡു. ഇവനോ കാണാനൊരു ലുക്കില്ലല്ലോ. എന്താടാ ചിരിച്ചത്? ഏയ് ഒന്നുമില്ല സാർ, കഥ കേൾക്ക്. ആ പറ. ആ പിന്നെ എന്റേത് ഒരു ലോ ബഡ്ജറ്റ് പടമാണ്. ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം. അതറിയാം. എന്നാ പറഞ്ഞോളൂ. കഥ ഒരു ചെറുപ്പക്കാരനെ പറ്റിയാ. ചെറുപ്പക്കാരൻ ബർമുട എന്തായാലും ഇടണം. പിന്നെ ബുൾഗാൻ താടിയും വേണം. കുറച്ച് കഷണ്ടി ആയാലോ? അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ആ അത് കൊള്ളാം. ഈ ചെറുപ്പക്കാരൻ കോടീശ്വരനാ. പുള്ളിക്ക് ഒരു കുഴപ്പേ ഉള്ളൂ, ഹൈ ബിപിയാ. കണ്ടോ എന്താ ഭാവന. കോടീശ്വരൻ ഹൈ BP. മോനെ ഇതൊരു ലോ ബഡ്ജറ്റ് പടമാണ്. എന്നാലേ കഥാനായകനെ ഒരു ദരിദ്രവാസിയാ. പുള്ളിക്കാണേ ലോ ബിപിയും.